ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 149 സങ്കീർത്തനം അതിൻ്റെ 6-ാമത്തെ വാക്യം. അവരുടെ വായിൽ ദൈവത്തിൻ്റെ പുകഴ്ചകളും അവരുടെ കയ്യിൽ ഇരുവായ്ത്തലയുള്ള വാളും ഉണ്ടായിരിക്കട്ടെ. ജാതികൾക്ക് പ്രതികാരവും വംശങ്ങൾക്ക് ശിക്ഷയും നടത്തേണ്ടതിനും. വളരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്താണ്. ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് വ്യത്യസ്തമായ ചില ചിന്താഗതികൾ വരാം. ഒരേ സമയം തന്നെ ദൈവത്തിന് പുകഴ്ചയും സ്തുതികളും കൊടുക്കുമ്പോൾ തന്നെ അവരുടെ കയ്യിൽ ഇരുവായ്ത്തലയുള്ള വാളും ഇരിക്കട്ടെ എന്ന് പറയുമ്പോൾ നമുക്കത് വല്ലാത്തൊരു അനുഭവമായിട്ട് തോന്നിയാലും ഇവിടെ പറയുന്ന ദൈവവചനത്തിൻ്റെ ആ സത്യങ്ങൾ ഞാനും നിങ്ങൾ തിരിച്ചറിയുമ്പോഴാണ് അതെന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം ശത്രുക്കളുടെ ന്യായവിധി നടത്തുവാനുള്ള ഒരാഹ്വാനമാണ് ഈ ദൈവവചനത്തിലൂടെ നമുക്ക് നൽകി തരുന്നത്. രക്തം ചെയ്യം ഹല്ലേലൂയ. അപ്പം അല്ലെങ്കിൽ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രാജാക്കന്മാരെയും അധിപതികളെ പോലെയും ആമേൻ വാഴുന്ന അനവധി ആളുകളുടെ മേൽ നിങ്ങൾക്ക് ഹല്ലേലൂയ നിങ്ങളുടെ മേലുള്ള അധികാരവും ന്യായവിധി നടത്താൻ കഴിയും. ഹല്ലേലൂയ. നിങ്ങൾക്ക് ചങ്ങലയിൽ ബന്ധിക്കുവാൻ അനുവാദമുണ്ട്. ശത്രുക്കളെ ദുഷ്ടനെ ചങ്ങലയിൽ ബന്ധിക്കുവാനുള്ള അധികാരം ഒരു ദൈവഭക്തനുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ചങ്ങലയിൽ ബന്ധിക്കുവാൻ അധികാരമുണ്ടെന്ന് പറയുമ്പോൾ എന്താണ് ഈ ചങ്ങല? അത് രോഗം, പാപം, ശാപം, ബന്ധനങ്ങൾ, അകൃത്യങ്ങൾ, ഈ ലോകത്തിലെ സാത്താന്യ തന്ത്രങ്ങൾ, അധികാരങ്ങൾ, വാഴ്ചകൾ, അധികാരങ്ങൾ, ഇങ്ങനെയുള്ള വിവിധ തലത്തിലുള്ള പൈശാചിക ബന്ധനങ്ങൾ എന്നെയും നിങ്ങളെയും വേട്ടയാടി ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചാരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ആ സ്തുതി സ്തോത്രങ്ങൾ നടുവിൽ ഇറങ്ങി വന്ന് നിങ്ങളുടെ ശത്രുക്കളെ നിർമൂലനാശം ചെയ്യുന്ന ഒരു ദൈവ സാന്നിധ്യം നിനക്ക് അനുഭവിക്കാൻ കഴിയും. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ്? ദൈവത്തെ സ്തുതിക്കണം. രണ്ടാമത്തെ കാര്യമാണ് ഇരുവായ്ത്തലുള്ള വാൾ. ഇരുവായ്ത്തലുള്ള വാൾ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയമായ ഒരായുധമല്ല. ഇരുവായ്ത്തലുള്ള വാൾ എന്ന് പറയുമ്പോൾ ദൈവവചനത്തെയാണ് പറയുന്നത്. ഇബ്രായ ലേഖനം 4:12 വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലുള്ള വാൾ എന്നാണ് പറയുന്നത്. അപ്പം ദൈവത്തിൻ്റെ വചനം ആമേൻ ജീവനും ചൈതന്യവും ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും. അതേ ശത്രു, ദുഷ്ടൻ, പിശാച് നിൻ്റെ കുടുംബത്തെ, നിൻ്റെ ജീവിതത്തെ, നിൻ്റെ തലമുറയെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ നീ ദൈവസന്നിധിയിൽ നിന്ന് സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ദൈവവചനം നിൻ്റെ അധരങ്ങൾ കൂടെ നീ ആമേൻ വിളിച്ചു പറയുമ്പോൾ ഭൂമിയിലുള്ള സകല രാജാക്കന്മാരെയും ന്യായാധിപന്മാരെയും അധികാരികളെയും നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന സകല ശത്രുവിനെയും ന്യായം വിധിക്കുവാൻ ഇരുവായ്ത്തലുള്ള ഈ വാളാകുന്ന ദൈവവചനത്തിന് കഴിയുമെന്നുള്ളതാണ് ഈ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ജീവിതം താറുമാറാക്കി കളയുവാൻ, നിന്റെ കുടുംബത്തെ തകർത്ത് കളയുവാൻ സാത്താൻ കഴിഞ്ഞ ചില നാളുകളായി പല പദ്ധതികളുമായി നിന്റെ കുടുംബത്തിന് മേൽ ദൃഷ്ടി വെച്ചിരിക്കുക. നിന്റെ കുടുംബത്തെയും തകർക്കണം. നിന്റെ കുടുംബത്തിൻ്റെ സമാധാനത്തെ കെടുത്തി കളയണം. സഹോദര ബന്ധങ്ങൾ നശിപ്പിക്കണം. കൂട്ടുകുടുംബ ബന്ധങ്ങൾ നശിപ്പിക്കണം. കുടുംബത്തിനകത്ത് ഭിന്നതയുണ്ടാക്കണം, കലക്കമുണ്ടാക്കണം. അതിൻ്റെ ജോലി മേഖലയായിരുന്നാലും നീ പോകുന്ന ഏത് സാഹചര്യത്തിലും നിന്നെ ഉടച്ചു കളയുവാൻ കഴിയുന്ന നിലയിൽ സാത്താൻ നിനക്കെതിരെ പോരാടുമ്പോൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നത്, നീ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ വചനമാകുന്ന ഇരുവായ്ത്തലുള്ള വാൾ നിന്റെ ആദരങ്ങൾ കൊണ്ട് പറയുമ്പോൾ, ഹല്ലേലൂയ, ആ ശത്രുവിന് മേൽ നിനക്ക് ജയം പ്രാപിക്കാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ പരാജയപ്പെട്ടു പോകരുത്. സാത്താൻ പോലെ ആമേൻ അവൻ ഭയങ്കര തന്ത്രശാലിയാണ്. അവൻ വിവിധ മാർഗത്തിലൂടെ വേഷം കെട്ടി വിവിധ രൂപഭാവങ്ങളിലൂടെ വരും. ആമേൻ. അതുവരെ പക്ഷേ നമുക്ക് തിരിച്ചറിയണമെന്നില്ല. അവൻ വന്ന് നിന്റെ കുടുംബത്തെയും തകർക്കുമ്പോഴായിരിക്കും ഒരുപക്ഷെ നീ അത് തിരിച്ചറിയുന്നത്. അതുകൊണ്ട് ദൈവവചനമാകുന്ന ഇരുവായ്ത്തലുള്ള വാൾ, അതിൽ നീ എപ്പോഴും ആശ്രയിച്ചുകൊണ്ട് നിന്റെ കുടുംബത്തെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ആ പൈശാചിക ബന്ധനങ്ങൾ നീ വിടുവിക്കപ്പെടണം. ഹല്ലേലൂയ. നിന്നെ കടക്കെണിയിലേക്ക് താഴ്ത്തുവാൻ, നിന്റെ ജീവിതത്തെ ഛിന്നഭിന്നമാക്കി കളയുവാൻ, കുടുംബജീവിതത്തെ തകർക്കുവാൻ, തലമുറകളെ മധ്യത്തിലേക്ക് നയിക്കുവാൻ, ആമേൻ, അതുപോലെ തലമുറയെ അക്രമത്തിലും ക്രിമിനൽ കുറ്റവാളിയായി മാറ്റാൻ വേണ്ടി പിശാച് പലവിധമായ പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ
അതിനെ ഇന്ന് പകൽ നീ തിരിച്ചറിയുക തന്നെ ചെയ്യണം. ഹല്ലേലൂയ. എനിക്ക് ഓരോ ദിവസവും ഭയങ്കര അനുഭവമാണ്. ഞാൻ ഈ ദൈവവചനം സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനേകരെന്നെ വിളിച്ച് അവരുടെ സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, കണ്ണുനീരുകൾ പങ്കുവെക്കാറുണ്ട്. അപ്പം ഞാൻ അവർക്ക് വേണ്ടിയെല്ലാം വളരെ ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കും, കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. രാവും പകലും എല്ലാം ഞാൻ ആ വിഷയത്തെ പ്രാർത്ഥിക്കും. അനേകരുടെ വിഷയങ്ങളെ എഴുതി മേടിക്കും. അനേകരുടെ വിഷയങ്ങൾ ഞാൻ പറയും, നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ വാട്സപ്പിൽ നിങ്ങൾ എഴുതി അതെൻ്റെ വാട്സപ്പിലേക്ക് അയക്കുക. അങ്ങനെ ഞാൻ അനവധി ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രേക്ഷകരിക്കതാ മനുഷ്യൻ അനുഭവിക്കുന്ന സങ്കടകരമായ അനുഭവങ്ങളെ ഞാൻ ഓരോ ദിവസവും കാണുകയും കേൾക്കുകയും ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് തന്നെ വല്ലാത്ത ഭാരം തോന്നിപ്പോകാറുണ്ട്. അത്രമാത്രം കഷ്ടതയിലാണ് ഓരോ കുടുംബങ്ങളും കടന്നു പോകുന്നത്. ഞാൻ ഈ വചനം പറയുമ്പോൾ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, നീ എത്രമാത്രം ദുരന്തമായ അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നിൻ്റെ സങ്കടങ്ങൾ പറയുവാൻ, നിൻ്റെ കണ്ണുനീര് കാണുവാൻ, നിൻ്റെ വേദനകൾ മനസ്സിലാക്കുവാൻ ആരോരുമില്ലാതെ എല്ലാവരും നിന്നെ പഴിയാരുമ്പോൾ, നിന്ദിക്കുമ്പോൾ നീ വേദനയോടെ കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി നെടുവീർപ്പെടുന്ന എത്രയോ സന്ദർഭങ്ങൾ, ആരും കാണാതെ കരയുന്ന നിമിഷങ്ങൾ, കണ്ണുനീരിനെ നീ ഒഴുക്കുന്ന സമയങ്ങൾ, രാത്രിയെ അലറിയ പോലും നീ ഉറങ്ങുവാൻ കഴിയാതെ സമാധാനമില്ലാതെ കിടന്നാൽ ഉറക്കം വരാത്ത നിലയിൽ നിൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന മാനസികമായ സംഘർഷങ്ങൾ, ഇതൊക്കെ ഓർക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രശ്നേകിത നിൻ്റെ ജീവിതത്തിൽ ആശ്വാസം കിട്ടുവാൻ, നിൻ്റെ ജീവിതത്തിൽ സന്തോഷം കിട്ടുവാൻ ലോകത്തിൽ നിനക്ക് കഴിയില്ല, ലോകത്തിന് തരാനും കഴിയത്തില്ല. എന്നാൽ വിശുദ്ധ തിരുവചനം വിളിച്ചു പറയുന്നു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നുവെച്ച് പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ലെന്ന്. യോഹന്നാൻ സുവിശേഷം 14:27 കാണുന്നുണ്ട്. അതേ, നമ്മുടെ കർത്താവ് സമാധാന പ്രഭുവാണ്. നിന്റെ സകല പ്രശ്നങ്ങൾക്കും മറുപടി നൽകുവാൻ യേശു വിശ്വസ്തനാണ്. അതുകൊണ്ട് തകർന്ന ജീവിതമാണോ, ഉടയപ്പെട്ട ജീവിതമാണോ, കണ്ണുനീരാണോ, ദുഃഖമാണോ നിന്റെ ജീവിതത്തിൽ, ഏതായിരുന്നാലും അതിന് മറുപടി നൽകുവാൻ സർവശക്തനായ ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, ഈ വചനം കേൾക്കുമ്പോൾ നിന്റെ ജീവിതത്തിനകത്ത് ദൈവം ചില ദൈവപ്രവൃത്തി അയക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകൽ നീ കണ്ണുനീരിനെ മറികടക്കുന്ന ആ ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി നിന്റെ ഹൃദയം വിട്ടുകൊടുക്കുന്നെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് ചില അത്ഭുതങ്ങൾ സംഭവിക്കും. അതേ, നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില അത്ഭുതങ്ങളെ നൽകുവാൻ യേശു ആഗ്രഹിക്കുക. നിന്റെ വേദനകളെ അറിയുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ കണ്ണുനീര് കാണുന്ന ഒരു ദൈവമുണ്ട്, നിനക്ക് ആശ്വാസം തരാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ നീ അവന് വേണ്ടി ഇന്ന് സമർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് ചില ഉദാഹരണങ്ങളെ ദൈവം നൽകും. മരണത്തിൽ നിന്ന് കൂകൾ നമ്മുടെ ദൈവമായ കർത്താവ് നിനക്ക് തരും. നിന്റെ വേദനകളെ അറിയുവാൻ കർത്താവിന് മാത്രമേ അറിയുള്ളൂ. നിന്റെ കുടുംബത്തിൻ്റെ ശാപങ്ങളെ മാറ്റുവാൻ യേശുവിനെ കഴിയുള്ളൂ. നീ കടന്നു പോകുന്ന സകല ദുരന്തങ്ങളിൽ നിന്നും ഒരു വിടുതൽ ദൈവം തരാൻ ആഗ്രഹിക്കുക. ഒരിക്കൽ പോലും നിന്റെ കുടുംബത്തിനകത്ത് സമാധാനമില്ല, അസ്വസ്ഥതയില്ലാതെ കണ്ണുനീരിൻ്റെ അനുഭവത്തിലൂടെ നീ കടന്നു പോവുകയല്ലേ, എന്നാൽ ദൈവം നിന്നെ വിടുവിക്കാൻ ആഗ്രഹിക്കുക. ദൈവവചനം പറയുന്നത് ഹല്ലേലൂയ, സ്തോത്രം, നിനക്ക് സ്വസ്ഥതയ്ക്കായി ദൈവം ചില അത്ഭുതങ്ങളെ ചെയ്യാൻ പോകുന്നു. യഹോവ വാഴ്ത്തപ്പെട്ടവനാണ്. അവൻ തൻ്റെ ദാസനായ മോശെ മുഖാന്തരം അരുളി ചെയ്ത അവൻ്റെ നല്ല വാഗ്ദാനങ്ങളെല്ലാറ്റിലും വെച്ച് ഒന്നിലും ഒന്നെങ്കിലും നിഷ്ഫലമായി പോയിട്ടുണ്ടോ എന്ന് 1 രാജാക്കന്മാരുടെ പുസ്തകം 8:56 കാണുന്നുണ്ട്. അതേ, ദൈവം നിനക്ക് വേണ്ടി ചില അത്ഭുതം ചെയ്യുന്നു. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവേ, ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ജീവിതത്തിൽ നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിപ്പാൻ ജനത്തെ ഒരുക്കണമേ. ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇരുവായത്തിലുള്ള വാളാകുന്ന വചനത്തെ നാവിമേൽ കർത്താവെ ഹൃദയസ്ഥമാക്കി ശത്രുവിനോട് പൊരുതുവാനുള്ള കൃപ കൊടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.